ജി സുധാകരൻ്റെ കാര്യത്തിൽ ഒരു പരിഗണനയുമില്ല എന്നുള്ള പ്രഖ്യാപനവും മറുപടിയും പരിഹാസവുമാണ് ജി സുധാകരനെ ഏറ്റവും അലോസരപ്പെടുത്തിയത്. സൈഫ്, ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ വിസ്മയങ്ങളെക്കുറിച്ച് VD സതീശൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നതാണല്ലോ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പല ആൾക്കാരും UDFൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഭാഗമാവുകയൊക്കെ ചെയ്യുന്നത് കാണുന്നു. അപ്പോൾ ഇത് ആളുകൾ ഇപ്പുറത്തുനിന്ന് ഇറങ്ങിപ്പോവുക, ഇനിയിപ്പോൾ അപ്പുറത്ത് എത്തിയിട്ടില്ലെങ്കിൽ കൂടി CPIയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് ചേരാൻ പറ്റില്ല എന്നൊക്കെ പറയാം. സുധാകരനെ പോലെ ഒരു ടവറിംഗ് ലീഡർ എന്ന് വിളിക്കാവുന്ന ഒരാൾക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും ഒഴിവാക്കാൻ അങ്ങനെ പോലും CPMന് തോന്നുന്നില്ല. അദ്ദേഹം എന്തെങ്കിലും ചെയ്യട്ടെ എന്ന മട്ടാണോ? ഒരുപക്ഷെ CPMന്റെ മുതിർന്ന നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെട്ടേക്കും നിഷാദ്. കാരണം ഈ സുധാകരനെ പോലൊരു നേതാവ് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ സമയത്ത് പാർട്ടി വിട്ടു പോവുകയാണെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന തിരിച്ചടിയെ കുറിച്ച് കൃത്യമായ ബോധ്യം CPM നേതാക്കൾക്കുണ്ട്. ഇപ്പോൾ നിഷാദ് പറഞ്ഞ പോലെ വിസ്മയങ്ങളുടെ കാര്യം സതീശൻ എപ്പോഴും പറയുന്നുണ്ട്. ഇത് വിസ്മയമായി മാറുമോ? ഒരു സെക്കൻഡ് സൈഫ്, AM എന്നോടൊപ്പം ടെലിഫോൺ ലൈനിൽ. AM, എന്തുകൊണ്ടാണ് ഈ സുധാകരൻ വേദനിച്ചു മാറി നിൽക്കുന്ന പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത്? അല്ല, അദ്ദേഹത്തിന്റെ പോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് പോസ്റ്റ് ഞാൻ കണ്ടില്ല. അദ്ദേഹത്തിന്റെ സുഖമില്ലാതെ അദ്ദേഹം വീട്ടിലിരിക്കുമ്പോൾ CPIഎമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി, മുഖ്യമന്ത്രി മുതൽ എല്ലാ നേതാക്കന്മാരും, അദ്ദേഹം തന്നെ പറയുന്ന 2000-ലധികം ആൾക്കാർ നേതാക്കന്മാരും അല്ലാത്തവരും എല്ലാമായി അദ്ദേഹത്തെ പോയി കണ്ടുവന്നു. അപ്പൊ ഇത്രയധികം നേതാക്കന്മാരെ കണ്ടിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം രാജീവ് മിനിസ്റ്ററും എല്ലാം പോയി കണ്ടു. അങ്ങനെ ഓരോരുത്തരും എല്ലാവരും അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ എന്തെങ്കിലും പറയാനുള്ളതെല്ലാം 45 മിനിറ്റ് സംസാരിച്ചു എന്നാണ് അദ്ദേഹം MABB വന്ന് കണ്ട് സംസാരിക്കുന്നത്. അപ്പം ആരും സംസാരിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. അദ്ദേഹമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുന്ന നിലയിലുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പാർട്ടിയിൽ ആർക്കും സാധ്യമല്ലാത്തൊരു കാര്യമാണല്ലോ. ശരി, പക്ഷെ ഇപ്പൊ അദ്ദേഹത്തെ അവസാന എഴുതി താങ്കൾ വായിച്ചല്ലോ, ജി സുധാകരനെ പരിഗണിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന്. ഞാൻ വേണമെങ്കിൽ ആ പോർഷൻ മാത്രം വായിച്ചു കേൾപ്പിക്കാം. ജി സുധാകരനെ പരിഗണിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഒരു പരിഗണനയും ഇല്ല എന്ന് പറഞ്ഞ് പരിഹാസ ചിരി ചിരിച്ചു. അത് പത്രക്കാർക്കിടെല്ലാം വലിയ പരിഹാസ ചിരി ഉണ്ടാക്കുകയും ചെയ്തു. ഇത് വലിയ വേദന ഉണ്ടാക്കി. ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി നിൽക്കുന്നില്ല, ഞാൻ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞ സില്ലി ഇഷ്യൂസിന്റെ പേരിലാണെങ്കിൽ സുധാകരനെ പോലെ ഒരു വലിയ നേതാവിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPIയുമായിട്ടുള്ള ബന്ധം ഞാൻ അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിക്കേണ്ടി വരുന്നത് ആരുടെ പിഴവാണ്? പാർട്ടിയുടെയോ സുധാകരന്റെയോ? അങ്ങനെ അദ്ദേഹം തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ക്ഷിപ്രകോപിയാണല്ലോ അദ്ദേഹം. പെട്ടെന്നുണ്ടായിരുന്നുള്ള എന്തെങ്കിലും ഒരു പ്രതികരണം ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു നിലപാടിലേക്ക് അദ്ദേഹം പോകാൻ പാടില്ലാത്തതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരിയല്ല, ഈ പ്രശ്നം പരിഹരിക്കാൻ പാർട്ടി ഇടപെടുമോ സീനിയർ ലെവലിൽ തന്നെ? അതല്ല, അതൊക്കെ നേതാക്കന്മാര് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ അതിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളല്ല. അല്ല, ഇടപെടേണ്ടതുണ്ടെന്ന് വികാരം പങ്കുവയ്ക്കുന്ന ആളാണോ താങ്കൾ? സ്വാഭാവികമായും തീർച്ചയായും നേതാക്കന്മാരെല്ലാം അദ്ദേഹത്തിന് സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കലുമല്ല പാർട്ടിയെ ക്ഷീണിപ്പിക്കാനല്ലേ അത് ഉപകരിക്കത്തുള്ളൂ. അത് പാർട്ടി ഇത്രയും കാലം പാർട്ടി നിന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥമില്ലായ്മയല്ലേ അതിങ്ങനെയൊക്കെ പറയുന്നത്. അദ്ദേഹത്തിന് വേദന ഉണ്ടാക്കിയാൽ അത് പാർട്ടിക്കുള്ളിൽ പറയണം. നേതാക്കൻ ഒരാൾ മാത്രമല്ല, പാർട്ടിയിലെ അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുള്ള മുഖ്യമന്ത്രിയോട് പറയാം, അല്ലെങ്കിൽ MABBയോട് പറയാം. അതെല്ലാം പറയല്ലാതെ പരസ്യമായി പാർട്ടിക്കെതിരായിട്ട് അങ്ങനെ പ്രതികരിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ശരി, താങ്ക് യു. AM, അതായത് AM പ്രതികരണത്തിലെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, അദ്ദേഹം ഇത്രയും കാലം പാർട്ടിയിൽ നിന്നു എന്ന് പറയുന്നു. ആ പറയുന്നതിൻ്റെ അർത്ഥം ഇല്ലാതാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഈ നടത്തുന്ന പരിപാടി. ഇത് പാർട്ടിയെ ക്ഷീണിപ്പിക്കലാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പറയേണ്ടത് പാർട്ടിക്കകത്താണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടി ആരിഫ് പറയുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവാണ് ആരിഫ് പറയുന്നത്, ജി സുധാകരൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുക എന്നുള്ളത് പാർട്ടിയിൽ സാധ്യമായിട്ടുള്ള കാര്യമല്ല എന്നാണ്. ജി സുധാകരൻ പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കൽ CPIഎമ്മിൽ നടപ്പുള്ള കാര്യമല്ല. 1. 2, പാർട്ടിയെ ക്ഷീണിപ്പിക്കുന്നതാണ് ഈ നിലപാട്. ഇത്രയും കാലം പാർട്ടിയിൽ നിന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥമില്ലാതാക്കുന്നതായി പോയി ഇപ്പോഴത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്. വല്ലതും പറയാനുണ്ടെങ്കിൽ ഇത് പാർട്ടിക്കകത്താണ് പറയേണ്ടത്. അപ്പോൾ ഒരു ട്രൂ കോമ്രേഡ് പാർട്ടി മാൻ എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി അദ്ദേഹം പ്രകടമാക്കിയില്ല എന്ന വിമർശനം പറയാതെ പറയുന്നുണ്ട് AM. അത് സീനിയർ ലീഡേഴ്സ് അദ്ദേഹത്തോട് സംസാരിക്കുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യേണ്ടതാണെന്ന് വികാരത്തെ താനും പങ്കുവെക്കുന്നു. ബട്ട് സംസാരിക്കുമോ ഇല്ലയോ എന്ന് തനിക്കറിയില്ല. അക്കാര്യത്തെക്കുറിച്ച് മറുപടി പറയേണ്ടത് സീനിയർ ലീഡേഴ്സ് ആണെന്ന് കൂടിയാണ് ആരിഫ് പറയുന്നത്. പക്ഷേ ജി സുധാകരൻ്റെ സമീപനത്തോടുള്ള വിയോജിപ്പ് ആരിഫിന്റെ വർത്തമാനത്തിൽ പ്രകടമാണ് എന്ന് കൂടി പ്രത്യേകം പറയേണ്ട ഒന്നാണ് എന്ന് തോന്നുന്നു. സൈഫ് സൈൻലാബ്ദീൻ തുടരുന്നു. സൈഫ്, അപ്പോൾ പൊതുവെ പാർട്ടി ലീഡർഷിപ്പ് മുഴുവൻ സുധാകരൻ കുറച്ച് ഓവറാണ് എന്ന ഫീലിലാണോ ഉള്ളത്? എല്ലാ നേതാക്കന്മാർക്കും അങ്ങനെ ഒരു വികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ആലപ്പുഴയിലെ ചില നേതാക്കന്മാർക്ക് സുധാകരന്റെ ചില ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് ചില പരാതികളുണ്ട്.
അതവർ പല ഘട്ടങ്ങളിൽ പാർട്ടിയുടെ യോഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് പരസ്യമായി പറയാൻ കഴിയാത്തത് കൊണ്ട് പരസ്യമായി പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആരിഫിന്റെ വാക്ക് നിഷാദ് കേട്ടതാണ്. നിഷാദ് പറഞ്ഞ 2 വാചകങ്ങൾ അതിൽ ശ്രദ്ധയോടെ എടുത്തു കാണേണ്ടതാണ്. പാർട്ടിയെ ക്ഷീണിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിന് പരാതി ഉണ്ടെങ്കിൽ അത് അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ MA ബേബിയോടോ പറയാമായിരുന്നു എന്ന് പറയുക വഴി സുധാകരൻ അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ള തോന്നൽ പാർട്ടിയുടെ ആലപ്പുഴ ജില്ലയിലെ ചില നേതാക്കന്മാർക്കുണ്ട്. അതിനൊപ്പം നിൽക്കുന്നത് H സലാം അടക്കമുള്ളവരുണ്ട്. പക്ഷേ ഈ സജി ചെറിയാൻ പരസ്യമായ എന്തെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വീണ്ടും ആവർത്തിക്കുന്നു. ഇപ്പോഴുള്ള സുധാകരനുള്ള പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഒന്നുകിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി, ഈ 2 ആൾക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടാൽ മാത്രമേ സുധാകരനുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദം അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായ അതൃപ്തി പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു ഇടപെടൽ എത്രയും വേഗം ഉണ്ടാകുമെന്ന് നമുക്ക്